കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നാജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണക്ക് തൻ്റെ മോളുണ്ടെങ്കിൽ തന്നെ ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ പോയി നിൽക്കുകയാണ്. അതിനെല്ലാം കാരണമുണ്ടെങ്കിൽ ഇത് കണക്ക് ആദ്യ ഭർത്താവാണ്, അതുപോലെ തന്നെ തൻ്റെ അമ്മയാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും നീ കാണാൻ വരാൻ പാടില്ലെന്നുള്ള രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റെയിമിൻ്റെ ഒരു ഓഡിയോ പോലും ഇപ്പോൾ ലീക്കായി എളിയ വന്നിട്ടുണ്ട്. അതിനകത്തുണ്ടെങ്കിൽ ഇത് എനിക്ക് ഷാൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നതാണ്. നിനക്ക് ഷാൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ മോളുടെ കാര്യം ഇനി നീ ഏതെങ്കിലും ഒരു വീഡിയോ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്കെതിരെ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഏതെങ്കിലും വണ്ടി കയറി ഇരുന്ന് അവരുടെ രണ്ടുപേരുടെ കുറ്റം അല്ലെങ്കിൽ അവരുടെ തള്ളയുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നാജിൽ ഇത് കണക്കുണ്ട് ഈ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ട്, കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ട് അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കൂട്ടത്തിൽ തന്നെ ഈ അമ്മ ആണ് മെയിനായിട്ടുണ്ടെങ്കിൽ റെയിമായിട്ട് കുട്ടിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മാത്രം നല്ലവനല്ല, അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റെയിം വന്നിപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചോ കുട്ടിയെക്കുറിച്ചോ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരെ നല്ല വേണ്ട നടപടി തന്നെ എടുക്കും എന്നുള്ള രീതിയിലായിരുന്നു.